ഇപ്പോൾ മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട് ദുബായിൽ നിന്ന്. റഹീസ്, ബഹ്റൈനിൽ ഇറാൻ ആക്രമണം കടുക്കുകയാണ്. സിത്ര ദ്വീപിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഡ്രോൺ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഈ അപകടമുണ്ടായത്, അല്ലെങ്കിൽ പരിക്കേറ്റതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അനിൽ, ഈ ഏറ്റവും പ്രധാനം ഈ ബഹ്റൈൻ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം, അത് എല്ലാ ദിവസവും നടക്കുന്ന ആക്രമണം, ഒരു ദിവസം പോലും ഒരു നിലയ്ക്കും ഒരു അറുതിയില്ലാത്ത, കുറവില്ലാതെ നടക്കുന്ന ആക്രമണം അത് ഇന്നും നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ 2 തവണ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഈ ബഹ്റൈനിൽ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അത് നിലവിൽ ബഹ്റൈൻ അലേർട്ടിൽ കൂടിയാണ് ഇപ്പോൾ സൈറൻ മുഴങ്ങിയതായിട്ടുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് രാവിലെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ സിദ്റ ഐലൻഡിലാണ് ഈ ആക്രമണം ഉണ്ടായതിൽ ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. നേരത്തെ ഈ ബഹ്റൈനിൽ ആക്രമണം ഇറാൻ തുടങ്ങി വെച്ച സ്ഥലങ്ങൾ, ആദ്യ സ്ഥലങ്ങളിലൊന്ന് സിദ്റ ഐലൻഡ് ആയിരുന്നു. ഈ സിദ്റ ഐലൻഡിൽ 4 പേർക്കാണ് നിലവിൽ പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് ഈ ഡ്രോണിന്റെയോ അല്ലെങ്കിൽ മിസൈലിന്റെയോ ഒക്കെ അവശിഷ്ടങ്ങൾ പതിച്ച് ഉണ്ടായ ഒരു അപകടമാണ്. ആ അപകടത്തിലാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും കാര്യമായ പരിക്കുകൾ ഉള്ളതായി വിവരങ്ങൾ ഇതുവരെയും പുറത്തു വരുന്നില്ല. നിലവിൽ ഈ UAE ഒപ്പം തന്നെ കുവൈറ്റ്, ഈ 2 രാജ്യങ്ങളിലും കാര്യമായിട്ടുള്ള ആക്രമണം രാവിലെ ഉണ്ടായിട്ടില്ല. ആക്രമണം നടന്നതിൻ്റെതായിട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തു വരുന്നതുമില്ല. സാധാരണ നിലയ്ക്ക് ഈ സമയത്ത് അതിന്റെ അപ്ഡേറ്റുകൾ വരുന്നതാണ്. പക്ഷേ കാര്യമായിട്ട് ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളും ഇപ്പോൾ ആശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഏറ്റവും കൂടുതൽ ആക്രമണം, അതിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പരിക്കേൽക്കുന്ന ഒരു ദിവസം UAE ഉണ്ടായത് ഇന്നലെയാണ്. കാരണം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 16 പേർക്കാണ് പരിക്കേറ്റത്. ഒപ്പം തന്നെ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഈജിപ്ത് സ്വദേശി കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു ദിവസം ഇന്നലെയായിരുന്നു. ഒപ്പം ഈ കുവൈറ്റിൽ മാത്രം ഇന്നലെ 9 മിസൈലുകളും 26 ഡ്രോണുകളുമാണ് നേരിടേണ്ടി വന്നത്. അപ്പോൾ കാര്യമായിട്ടുള്ള ആക്രമണം കുവൈറ്റിലും ഒപ്പം തന്നെ UAE-യിലും ഇന്നലെ ഉണ്ടായിരുന്നു. ഖത്തറിൽ ഏതാണ്ട് കാര്യങ്ങൾ ശാന്തമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വലിയ തോതിലുള്ള ആക്രമണങ്ങളുടെ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല, നാശനഷ്ടങ്ങളുടെ വിവരങ്ങളൊന്നുമില്ല. അങ്ങനെ ഖത്തർ ഏതാണ്ട് ഒരു സേഫ് സോണിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ ബഹ്റൈൻ, കുവൈറ്റ് ഒപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി UAE സാരമായ ആക്രമണം ഉണ്ടാകുന്നു. കാര്യമായ രീതിയിൽ തന്നെ ആക്രമണം തുടരുകയാണ്. അനിൽ. യെസ്, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. റഹീസ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ അതിനിർണായകമായിരുന്നു. അല്ലെങ്കിൽ UAE-യിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും അടക്കമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ദുബായിലും കുവൈറ്റിലും ഇതുവരെ അപകടമുണ്ടായതായി വിവരങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ ബഹ്റൈനിൽ ഇറാന്റെ ആക്രമണം കടുക്കുക എന്ന മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതിൽ 4 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത കൂടിയാണ് മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.